ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ പപ്പടം കൊണ്ടൊരു അടിപൊളി ക്ലീനിങ് ടിപ്പാണ് പറഞ്ഞുതരാൻ പോകുന്നത്. നമ്മുടെ വീട്ടിലൊക്കെ പഴയ പപ്പടങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. നമ്മൾ ചിലപ്പോൾ ഒരു ലേശം ചുവപ്പ് കളറൊക്കെ വരുമ്പോൾ നമ്മളത് കളയാനായിട്ട് വെക്കില്ലേ. അത് നമ്മൾ കുറച്ച് നേരം ഒരു 5 മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ചേക്കുക. കണ്ടല്ലോ, ഞാൻ ഇതുപോലെ ഒരു വലിയ ജഗ്ഗിൽ വെള്ളത്തിലിട്ട് വെച്ചതാണ്. ഇനി നമ്മുടെ വീട്ടിൽ കരി പിടിച്ച് ചളി പിടിച്ചിട്ടുള്ള കറയൊന്നും പോവാത്ത പാത്രങ്ങളുണ്ടാവുമല്ലോ. ആ പാത്രങ്ങളെല്ലാം എടുക്കുക. അല്ലെങ്കിൽ ഇതുപോലെ സെറാമിക്കിൻ്റെ ഗ്ലാസ്സുകളൊക്കെ കറ പിടിച്ചിട്ടുണ്ടാവും, ചായക്കറയൊക്കെ പിടിച്ചിട്ടുണ്ടാവും. ഇത് പോകാനായിട്ട് നല്ലൊരു അടിപൊളി ക്ലീനറാണ് ഈ സംഭവം. ക്ലീനിങ് ഏജൻറ്റാണ് ഈ പപ്പടം. ഓക്കെ, അപ്പോൾ ഈ പപ്പടം ഞാൻ വെള്ളത്തിലിട്ടത് എടുക്കുകയാണ്. ഇനി ഇതിൽ ഒന്ന് കൈ കൊണ്ടൊന്ന് ഞെരടിയിട്ട്, അല്ലെങ്കിൽ മിക്സിയിലിട്ട് കറക്കി എടുക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ ഞാൻ ഇപ്പോൾ കൈ കൊണ്ടൊന്ന് വെറുതെ ആക്കുക ചെയ്യണുള്ളൂ. എന്നിട്ട് ഇതിന് ചുറ്റും ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ, ഇതിലെല്ലാം ഒന്ന് പുരട്ടി കൊടുക്കുക. നല്ല കറ പിടിച്ച സംഭവമാണെങ്കിൽ ഒരു അല്പം നേരം വെക്കണത് നന്നായിരിക്കും. എന്നിട്ട് നമ്മൾ നോർമലായിട്ട് കഴുകാൻ യൂസ് ചെയ്യുന്ന ഡിറ്റർജൻറ്റ്, മറ്റേ ഇതുണ്ടാവുമല്ലോ നമ്മുടെ ഡിഷ് വാഷ്, അത് വെച്ചിട്ട് നന്നായിട്ട് കഴുകി കൊടുക്കുക. നന്നായിട്ട് എല്ലാവിടെയും ഒന്നും കൂടെ പുരട്ടി സ്റ്റീലിൻ്റെ ചകിരി വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് ഒന്ന് സ്ക്രബ്ബർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, വളരെ അത്ഭുതപരമായിട്ടെല്ലാം ചളിയും പോകുന്നത് നമുക്ക് കാണാം. അതേപോലെ കരി പിടിച്ചതെല്ലാം മാറുന്നതായിട്ട് നമുക്ക് കാണാം. എണ്ണയിലിട്ട് ചുട്ടെടുക്കുന്ന സാധനമാണ് ഈ പപ്പടം. പക്ഷേ ആ എണ്ണയുടെ കറ പോകാൻ തന്നെ പപ്പടം തന്നെ ഉപകരിക്കണമെന്നുള്ളത് നമുക്ക് അത്ഭുതമായിട്ട് തോന്നും. അപ്പോൾ ചീനച്ചട്ടി പോലത്തെ സംഭവമൊക്കെ ഉണ്ടല്ലോ, നമ്മൾ പപ്പടം പൊരിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന, അതൊക്കെ നമുക്ക് നന്നായിട്ട് ക്ലീൻ ആക്കാൻ പറ്റും. ഇതിപ്പോൾ എൻ്റെ വാഷ് ബേസിൻ്റെ തൊട്ടടുത്തുള്ള ഗ്ലാസ്സാണ്. ഈ ഗ്ലാസ് കണ്ടല്ലോ, ഞാൻ ഒരു ഭാഗം മാത്രം, ബാക്കിയെല്ലാം ക്ലീനായിട്ട് ഇരിക്കണം. ഞാൻ അതൊന്ന് കാണിച്ചു തരാം. അവിടെ കറ പിടിച്ച ഭാഗം, ആ കറയെല്ലാം. പിന്നെ ഇതുപോലൊരു സ്ക്രൂ ചില ഗ്ലാസ്സുകളിലൊക്കെ ഉണ്ടാവുമല്ലോ, ഈ സ്ക്രൂവിന് സൈഡിലായിട്ട് ഇങ്ങനെ തുരുമ്പൊക്കെ കാണും. അതൊക്കെ പോകാൻ വേണ്ടിയിട്ട്, അതുപോലെ ഈ പൈപ്പുകളൊക്കെ നല്ല വൃത്തിയാകാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ കൂടെ നമ്മൾ ഏതാണോ ക്ലീനിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന ലിക്വിഡ് ഉണ്ടല്ലോ, അതേതാണോ അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് അത് വെച്ചിട്ടൊന്ന് കഴുകി ഇതുപോലെ നന്നായിട്ട് വെട്ടിത്തിളങ്ങും നമ്മുടെ സ്റ്റീലിൻ്റെ പൈപ്പുകളൊക്കെ. അതുപോലെ തന്നെ ഗ്ലാസ് നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. കണ്ടല്ലോ, ഈ ഗ്ലാസ് ഞാൻ ഇപ്പോൾ നന്നായിട്ട് തുടച്ചെടുത്തതാണ്. എൻ്റെ ഈ ഒരു ഭാഗം മാത്രമേ ഞാൻ ക്ലീൻ ചെയ്തിട്ടുള്ളൂ. ക്ലീൻ ചെയ്യാത്ത ഭാഗവും ക്ലീൻ ചെയ്ത ഭാഗവും നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, ഞാൻ തേച്ച് വെച്ചിരുന്ന ഈ ചട്ടി നന്നായിട്ട് സ്റ്റീലിലെ സ്ക്രബ്ബർ വെച്ചിട്ട് നന്നായിട്ട് ഉരച്ച് കഴുകാൻ പോവുകയാണ്. കണ്ടില്ലേ, അതിൽ കരിയെല്ലാം നന്നായിട്ട് മാറി കിട്ടും. നമുക്ക് വല്ലാതെ ബുദ്ധിമുട്ടൊന്നും ചെയ്യേണ്ടി വരില്ല. റൗണ്ടായിട്ട് നമ്മൾ സ്ക്രബ് ചെയ്തെടുക്കുക. റൗണ്ടായിട്ട് സ്ക്രബ് ചെയ്തെടുക്കുക. ജസ്റ്റ് ലീനിയറായിട്ട് ഒരു സ്കെയിൽ പോലെ ഇതാകാതെ റൗണ്ടായിട്ട് നമ്മൾ സ്ക്രബ് ചെയ്തെടുക്കുകയാണെങ്കിൽ അതെല്ലാം പോയി കിട്ടും കേട്ടോ. അതേപോലെ നമ്മളിപ്പോൾ അടുപ്പിലൊക്കെ വെച്ചിരിക്കുന്ന കരി ആയിട്ടുള്ള ചട്ടിയൊക്കെ പെട്ടെന്ന് കഴുകിയെടുക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ഏത് ഡിഷ് വാഷാണോ യൂസ് ചെയ്യുന്നത് അത് ഇതിൻ്റെ കൂടെ യൂസ് ചെയ്യാം. അതുപോലെ പാത്രങ്ങൾ തൊട്ടിട്ട് ടോയ്ലറ്റ് വരെ ഇതും കൊണ്ട് ക്ലീൻ ചെയ്യാൻ പറ്റും കേട്ടോ. യാതൊരു എക്സ്ട്രാ കെമിക്കലും ഇതിൽ ചേരുന്നില്ലാത്തതുകൊണ്ട് നമ്മുടെ ശരീരത്തിനോ വയറിനൊന്നും ഒരു പ്രശ്നം വരില്ല. ഇതിൻ്റെ കെമിക്കലൊന്നും നമ്മുടെ വയറിലേക്ക് പോകുക അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ലല്ലോ. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല. ഇനിയിപ്പോൾ ബാത്റൂമൊക്കെ കഴുകുകയാണെങ്കിൽ, ടൈലൊക്കെ കഴുകുകയാണെങ്കിലും നല്ല വൃത്തിയാകും. കണ്ടല്ല, അതിൻ്റെ ഉള്ളിലത്തെ ഇപ്പോൾ എല്ലാ ഭാഗവും ഞാൻ കഴുകിയിട്ടില്ല. അതിൻ്റെ ഉൾഭാഗമൊക്കെ കറയൊക്കെ നന്നായിട്ട് പോയി കിട്ടി. ഇനിയും പോകാനുണ്ട്. അപ്പോൾ നമ്മൾ ഉരച്ച് ഒന്നും കൂടെ കുറച്ച് നേരം കൂടെ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ അത് ഫുള്ളായിട്ട് പോകും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ ഈ സെറാമിക്കിൻ്റെ മഗ് കാണാം. ഇതിൻ്റെ ഉള്ളിൽ കണ്ട ചായക്കറ ഉണ്ടോ, അത് ഞാൻ നന്നായിട്ട് സ്ക്രബ്ബർ വെച്ചിട്ട് ഉരച്ച് കഴുകാൻ പോവാണ്. ഇപ്പോൾ ഇത്തരത്തിൽ സ്ക്രബ്ബർ വെച്ച് കഴുകിയപ്പോൾ തന്നെ കഴുകിയാലും പോകുമല്ലോ എന്ന് വിചാരിക്കേണ്ട. കാരണം ചില ചായക്കറയൊന്നും എത്ര ഉരച്ചാലും പോവാറില്ല. ഇപ്പോൾ വൈറ്റ് മഗൊക്കെ ആകുമ്പം അത് പോവില്ല. അപ്പോൾ അതുപോലെ തന്നെ ചില്ലിൻ്റെ ഗ്ലാസ് ആണെങ്കിലും പോവാറില്ല.
നോക്കോളൂ, അതെല്ലാം പോകുന്ന കാണാം. ഫുള്ളായിട്ട് കറ പോകും കേട്ടോ. ഒരു പഴയ മഗ് എടുത്തിട്ടാണ് കഴുകിയിരിക്കുന്നത്. കണ്ടല്ലോ, വെട്ടിത്തിളങ്ങണ കാണാലോ. ഈ ചില്ലിൻ്റെ ഗ്ലാസ് ഇതുപോലെ കഴുകുമ്പോൾ കണ്ട അതിൻ്റെ ബാക്ക് സൈഡൊക്കെ ഇങ്ങനെ ചായക്കറ പിടിച്ചിട്ടുണ്ടാവും. അതൊക്കെ പോകുന്നുണ്ടല്ലോ. എത്ര നന്നായിട്ടാണ് ക്ലീൻ ആയതെന്ന് വെച്ചാൽ കണ്ടല്ലോ, അതിൻ്റെ ബാക്കിലൊന്നും ഇപ്പോൾ ഒരു കറയില്ല. ഡെയിലി യൂസ് ചെയ്യുന്ന ഇതുപോലത്തെ ഗ്ലാസിൻ്റെ ടംബ്ലേഴ്സൊക്കെ ക്ലീൻ ചെയ്യാൻ ഇത് വളരെ എളുപ്പമാണ് കേട്ടോ. ഇതുപോലെ ഇത് സ്റ്റീലിൻ്റെ പാർട്ടാണിത്. സ്റ്റൗവിൻ്റെ പാർട്ട് ഉണ്ടാവുമല്ലോ, അതാണിത്. അതിൽ തിളച്ച് പോയിട്ടുണ്ടായിട്ടുള്ള കറയാണിത്. അപ്പോൾ ഒരു ദിവസം അങ്ങനെ നമ്മൾ ആ തിളച്ച സാധനം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജോലിക്കെല്ലാം പോയി കഴിഞ്ഞ് തിരിച്ച് വരുമ്പോഴേക്കും ഇതിങ്ങനെ കറ പിടിച്ചിട്ടുണ്ടാവും. അപ്പം ഞാൻ അത് നന്നായിട്ട് കഴുകിയെടുക്കണം, കാണിച്ചു തരാം. കണ്ടല്ലോ, അപ്പം അതിൻ്റെ ബാക്ക് സൈഡും ഒക്കെ ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് ഉരച്ച് കഴുകിയെടുക്കണം. കണ്ടില്ലേ, ഇപ്പോൾ നിങ്ങൾക്ക് ഞാനത് കഴുകി കാണിച്ചു തരാം. അപ്പോൾ എത്ര ക്ലീനായി എന്ന് വെച്ചാൽ ഭയങ്കര തിളക്കം വന്നു. അതിന് ക്ലീൻ ആവുക മാത്രമല്ല, നല്ലൊരു തിളക്കമൊക്കെ വന്നു അല്ലേ. സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ്. പഴയ പപ്പടം ഇനി കളയരുത്, എല്ലാവരും സൂക്ഷിച്ച് വയ്ക്കുക, വെള്ളത്തിലിടുക. ഏതായാലും നമ്മളത് വേസ്റ്റിലേക്ക് കളയാനുള്ള ഒരു സാധനമാണ്. പാക്കറ്റ് പൊട്ടിച്ചിട്ട് കേടായിപ്പോയി അതിൻ്റെ നല്ല പാർട്സൊക്കെ എടുത്തിട്ട് വെള്ളത്തിലിട്ട് വയ്ക്കുക. ഇതുപോലെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. ഇനി അടുത്തൊരു നല്ല പ്രയോഗം എന്താണെന്ന് വെച്ചാൽ, നമ്മളിതുപോലൊരു സ്പ്രേയർ എടുത്തിട്ട് നമ്മളിത് വെള്ളത്തിലിട്ട് വെച്ചിരുന്നല്ലോ പപ്പടം, ആ വെള്ളത്തിനെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഞാൻ ആ ജഗ്ഗിന്ന് ആ വെള്ളം മാത്രം എടുത്തിരിക്കുകയാണ്. കാരണം സ്പ്രേയറിൽ അത് അടഞ്ഞു കഴിഞ്ഞാൽ പുറത്തോട്ട് വരാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ പപ്പടം പെടാതെ വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കണം. കണ്ടല്ലോ, ഇനി ഇതിനെ നന്നായിട്ടൊന്ന് കുലുക്കി ഒരല്പം എന്തെങ്കിലും ഡിഷ് വാഷ് ലിക്വിഡോ അല്ലെങ്കിൽ ഡിറ്റർജൻറ്റോ എന്തെങ്കിലും ഒന്ന് ചേർത്ത് ഒരു 3-4 വെളുത്തുള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരു 2 പീസസ് ആക്കിയിട്ട്, ഒരെണ്ണത്തിന് 2 പീസാക്കിയിട്ട് അതിലിട്ട് കൊടുക്കുക. ഒരമണിക്കൂറിന് ശേഷം ഒന്ന് നന്നായി കുലുക്കിയിട്ട് ഒരമണിക്കൂറിന് ശേഷം ഇത് നമുക്ക് ഏത് ചെടിയിൽ ഒഴിച്ചാലും ആ ചെടിയിലെ അണുക്കളൊക്കെ ചത്തുപോകും. ഓക്കെ ഗൈസ്, അപ്പോൾ പപ്പടം കൊണ്ടുള്ള ഒരു നല്ല കീടനാശിനിയാണ് ഇത്. കുറേ ഉപയോഗങ്ങളാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടത്. ഇനി ടോയ്ലറ്റ് ബാത്റൂം കഴുകുന്നത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. കീപ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ആൻഡ്. അപ്പോൾ പപ്പടം ഉണ്ടാക്കുന്ന സ്ഥലത്ത് പോയിട്ട് ഒരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഉറപ്പായിട്ടും ഞാനത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. താങ്ക്